ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് രേണുസുതിയുടെ വിഷയം തന്നെയാണ് ടോപ്പിക്ക്. അപ്പോൾ അതിൽ രേണുസുതി കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കുടുംബം അടക്കം ആത്മഹത്യയുടെ വക്കിലാണെന്നുള്ള സംഭവങ്ങൾ പറഞ്ഞത്. കാരണം ഇത്രയധികം സൈബർ ബുള്ളിങ് കാരണം നമ്മൾ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ചോദിക്കുന്ന പോലെ ആ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഒരു സമൂഹത്തിന് ദോഷം വരുന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെതിരെ പ്രതികരിച്ചാൽ മതി. സമൂഹത്തിന് ദോഷമില്ലെങ്കിൽ നമ്മളതിനെതിരെ പ്രതികരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? എന്തിനാണ് വെറുതെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, അത് നമ്മളെയോ അല്ലെങ്കിൽ ബാക്കി ചുറ്റുപാടുള്ള സമൂഹത്തിന് അത് ഒരു ദോഷവും വരുത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ഇട്ട് വലിച്ചിരുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതേപോലെ തന്നെ ഈ രേണുസുതിനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ റിയാക്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം എന്നുള്ള സംഭവമായിട്ടാണ് എനിക്കത് കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. ഇവർക്ക് രേണുവിനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ എന്നുള്ള സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എനിക്ക് തോന്നുന്നില്ല രേണുവിന് ഈ പറയുന്ന യൂട്യൂബേഴ്സിനൊക്കെ ഒന്നും നേരിട്ട് അറിയാനുള്ള ചാൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടിട്ടുണ്ടാകും. മനസ്സിലായില്ല? അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുന്നതെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ കൂടുതലും പറയുന്നത് രേണു കുറേ കള്ളങ്ങൾ പറയുന്നു, കുറേ പച്ചക്കള്ളങ്ങൾ പറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. അവർ കള്ളങ്ങൾ പറഞ്ഞോട്ടെ, കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സമൂഹത്തിൽ അത് ദോഷമായിട്ട് ബാധിക്കൂലെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? അത് ചിലപ്പോൾ ഒരാളുടെ സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും. മനുഷ്യർ ചിലപ്പോൾ കള്ളങ്ങൾ പറയേണ്ടി വരും. നിങ്ങളാരും കള്ളങ്ങൾ പറയാത്ത ആൾക്കാരൊന്നുമല്ലല്ലോ, 100% സത്യസന്ധമായിട്ടുള്ള ആൾക്കാരല്ലല്ലോ ഇതിൽ. ഇവരെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങളും കള്ളങ്ങൾ പറഞ്ഞിട്ടില്ലേ? ആരും തെറ്റിയാത്ത പുണ്യാളന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും ആരുമില്ലല്ലോ. അപ്പം കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കള്ളം പറയുമ്പോഴത്തേക്കും അത് മറ്റൊരാളെയോ അല്ലെങ്കിൽ സമൂഹത്തിന് ഫുള്ളായിട്ട് അത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അയാൾ പറഞ്ഞോട്ടെ. കള്ളങ്ങൾ മിക്ക ആൾക്കാരും പറയാറുണ്ട്, ഞാനും കള്ളങ്ങളും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഡാനി സത്യം എന്ന് പറഞ്ഞൊരു യൂട്യൂബർ, അപ്പോൾ പുള്ളി ഇത് എന്തോ ഒരു കുറ്റാന്വേഷണം അല്ലെങ്കിൽ പോലീസുകാർ മാറ്റി വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരെ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റാത്ത എന്തോ ഒരു സംഭവം പുള്ളി കണ്ടെത്തിയ പോലത്തെ ഉള്ള ഒരു ഭയങ്കര ഒരു ഇതിലാണ് വന്നിട്ട് യൂട്യൂബിൽ ഇപ്പോൾ വന്നിട്ട് രേണുസുതിയുടെ സംഭവങ്ങളൊക്കെ വന്നിട്ട് എടുത്ത് പറയുന്നത്. ഇത് ആരും കെയർ ചെയ്യുന്നില്ല. മനസ്സിലായി? നിങ്ങളെ പോലത്തെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരെ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ കെയർ ചെയ്യാറുള്ളൂ. അതേപോലത്തെ കുറേ കമൻസും വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. അല്ലാത്തടത്തോളം ഇത് മറ്റൊരാളെ ബാധിക്കാത്തടത്തോളം എന്തിനാണ് നിങ്ങളിതൊക്കെ റിയാക്ട് ചെയ്യുന്നത്? റിയാക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അവർ ഇതേപോലെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇത്രയും അവർക്ക് ക്ഷമ കിട്ടി നിൽക്കുന്നുള്ള സംഭവം പറഞ്ഞിട്ട് പോലും നിങ്ങൾ പിന്നെയും എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ ഒരു സൂയിസൈഡ് പോലും ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു ഫുഡ് പോയിസൺ വന്നിട്ട് വല്ലതും പറ്റിയാൽ പോലും ചിലപ്പോൾ അത് നിങ്ങളുടെ പേരിൽ ഒരാൾ ചാൻസ് ഉണ്ട്. മനസ്സിലായി? നിങ്ങൾ ആ ഒരു രീതിയിലാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സത്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളിയുടെ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കാം. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യാം. കൊല്ലം സുധിയുടെ ഭാര്യ, അതായത് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ആദ്യം കല്യാണം കഴിച്ചത് വെൽഡർ ബിജുവിനെയാണ് കല്യാണം കഴിച്ചത്. വെൽഡർ ബിനുവിനെ. അപ്പൊ ഇതില് ആദ്യം തന്നെ ഈ പുള്ളി ഉറപ്പിച്ച് പറയുകയാണ് രേണു ആദ്യമേ കല്യാണം കഴിച്ചത് വെൽഡർ ബിനുവിനെയാണെന്ന്. അവര് വെൽഡറിന്റെ ബിനുവിനെ കല്യാണം കഴിച്ചാൽ അല്ലെങ്കിൽ വേറെ എത്ര ആൾക്കാരെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത്? അവര് കള്ളം പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ടെങ്കിലും പറഞ്ഞോട്ടെ, കല്യാണം കഴിച്ചിട്ടില്ലെന്ന് എന്തുകൊണ്ടെങ്കിലും പറഞ്ഞോട്ടെ. അതിൽ ആ ഇൻ്റർവ്യൂവിൽ തന്നെ അവർ പ്രോപ്പറായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? അതിപ്പോൾ പറയാൻ വേണ്ടി പറ്റാത്തത് അവർക്ക് പല എന്താ പറയുക, എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും റീസൺസ് ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് അത് പറയാൻ ഇഷ്ടമില്ലാത്തടത്തോളം കാലം നിങ്ങൾ എന്തിനാണ് നിർബന്ധിക്കുന്നത്? ഈ ഇൻ്റർവ്യൂ ചെയ്യണ അവൻ പോലും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നുണ്ട്? സമൂഹത്തിനോട് പറയേണ്ട യാതൊരു ആവശ്യമില്ല. മനസ്സിലായില്ലേ? അത് രേണുസുതി പറഞ്ഞത് എനിക്കിത് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട്. അതിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മതി. ഇതൊരാളുടെ പ്രൈവസി എന്ന് പറഞ്ഞൊരു കാര്യമില്ലേ? അത് എന്തിനാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. എന്നിട്ട് ഏതൊരു നാട്ടുകാരത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു വോയിസും കൂടി കേൾപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് കേട്ടോ. ശ്രുതിയായിട്ട് എന്നും വഴക്കായി ഇവളറിയോ? ഇവളുടെ കൂടെ കൂടിയിട്ടാണ് ശ്രുതിക്ക് ഇത്രയും കടം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നും വഴക്കാ അറിയോ? ഇവള് ശ്രുതിനെ പെരക്കി വിട്ട് ഓടിച്ചിട്ട് കൂട്ടിയതല്ല വിളിച്ചിട്ടുള്ളത് അറിയോ? ശ്രുതി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ശ്രുതി ഇവളും കൂടെ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുന്നാന്ന് തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞ് നിൻ്റെ തല പോടാ, നീ പോകുന്ന വഴിക്ക് നിൻ്റെ തല പോടാന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ മരിച്ചത്. നിൻ്റെ അപ്പൊ ഇതൊരു വോയിസ് റെക്കോർഡാണ്. ഇത് മിക്ക കുടുംബങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒട്ടുമിക്ക കുടുംബങ്ങളിൽ ഇതേപോലത്തെ പാർട്ട്ണറായിട്ടുള്ള ചെറിയ വഴക്കുകളൊക്കെ നടക്കാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെപ്പറ്റി വേറെ ആർക്കും പരാതിയില്ലാത്ത സമയത്തോളം നിങ്ങൾ എന്തിനാണ് അതിൽ ഇടപെടുന്നത്? അത് അവർ തമ്മിലുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? അത്
ഒരാളെ ഹാം ചെയ്യുന്ന രീതിയിലൊന്നും പോകാത്ത കാര്യങ്ങളല്ലേ. നിങ്ങളെയും അത് വ്യക്തിപരമായിട്ടൊന്നും ബാധിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഈ വളരെ ഒരു നാണം കെട്ട രീതിയിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ല. ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ കയറിയിട്ടാണ് നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയുള്ള അയൽവാസികളുടെ ഈ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതേപോലെ എടുത്ത് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും എടുത്തിട്ട് ഇടുന്നത്. ഇത് രേണുവായിട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങളാണ് ഇങ്ങനെ ചകഞ്ഞ് ഓരോ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രാവശ്യം പണി കിട്ടും, മനസ്സിലായില്ല. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഈ കാണുന്ന കമന്റ് ഇട്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ വീഡിയോസാണ് നിങ്ങൾക്കെതിരെയുള്ള തെളിവ്. എന്തെങ്കിലും ഒരു പണി കിട്ടുമ്പോഴത്തേക്കും മനസ്സിലായില്ലേ. നമ്മളെല്ലാവരും ഇപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് കണ്ടിട്ട് പോകുന്ന ആൾക്കാർ മാത്രമാണ്. അല്ലാതെ എനിക്ക് അവർക്ക് പേഴ്സണലായിട്ട് എന്നെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. ഞാനത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അത് ഈ സബ്സ്ക്രൈബേഴ്സിനായി കമൻറ്റ് ഇടുന്ന ആൾക്കാരെ ഒന്നും ബാധിക്കത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ കൊള്ളാം. ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സും ഒക്കെ കാണുമ്പോഴത്തേക്കും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർക്കും ഇതേപോലുള്ളൊരു പ്രാകൃതമായിട്ടുള്ള മെൻറ്റാലിറ്റി അവരുടെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അവർക്ക് കമൻറ്റ് വഴിക്ക് ഇതേപോലെ കമൻറ്റ്സ് ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തോന്നുന്നത്. നാളെ ഈ ഡാനി എന്ന് പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ഇവരൊന്നും ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. ഇന്ന് കുറച്ച് ഗൗരവമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇന്ന് കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ഗൗരവമാണ് ഇതിലുള്ളത്? ഇവിടെ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അത് അത്രയും ഗൗരവമുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ നികുതി പണം പറ്റിച്ചിട്ട് പല നാഷണൽ ഹൈവേസ് ഇപ്പോൾ പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് വെള്ളം മേടിച്ച് കയറിയിട്ട് അവിടെ വീടുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ഗൗരവമുള്ള കാര്യമാണത്. താൻ എന്ത് ഗൗരവം എന്ന് പറയുന്നത്? അത് ഈ കാണുന്ന ആൾക്കാരുടെ മൈൻഡിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇവരെ പോലുള്ള ആൾക്കാരാണ് വെറുതെ ഗൗരവം എന്നുള്ള വാക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ തള്ളിക്കയറ്റുന്നത്. അല്ലാണ്ട് ഇതിലേക്കൊന്നും ഒരു ഗൗരവമില്ല. ഇതൊക്കെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരെടുത്തിട്ട് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആണ് ഇപ്പൊ പ്രശ്നക്കാര്. അതായത് രേണു സുധിയെ ഇപ്പം ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്ന്. അതെ, അതിലൊരു സംശയമില്ല. കാരണം നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ ഡാനി സുധിയെ മാത്രമല്ല, ഇതേപോലെയുള്ള ബാക്കിയുള്ള വ്ളോഗേഴ്സും, ഇതേപോലെ സ്റ്റേറ്റ് വ്ളോഗർ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ ഉണ്ട്. അത് ഈ പുള്ളിയുടെ അതിൻ്റെ അപ്പുറത്താണ്, മനസ്സിലായില്ലേ. പുള്ളിയുടെ എന്തോ വ്യക്തിവൈരാഗ്യം അല്ലെങ്കിൽ എന്തോ ഒരു വൈരാഗ്യമുള്ള രീതിയിലാണ് ഈ എന്താണ് സ്റ്റേറ്റ് വ്ളോഗർ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളി ഈ രേണു സുധിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് പാർട്സ് ഞാൻ കാണിച്ചു തരാം. പോവാന്നൊക്കെ ഓരോ ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കാണാത്തയും കേൾക്കാത്തയും ഒക്കെയാണ് ഇവിടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂല് പാസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പാസ്റ്റർ ബിനുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ രേണു സുധി. ഓക്കെ, ഈ പാസ്റ്റർ ആരാണ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ആരും ചില ആൾക്കാർ വിഴുങ്ങിയ പോലെ വിഴുങ്ങുന്നില്ല. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ ഞാൻ പറഞ്ഞു തരാം. രേണു സുധി ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിലുള്ള സംസാരിക്കാതെ എന്റെ രേണു, അവര് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ സംസാരിക്കും, മനസ്സിലായി. കാരണം അവരുടെ സർവൈവലാണത്. അത് ഏതൊരു ജീവിയും ചെയ്യും, മനസ്സിലായി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കില്ല. നിങ്ങൾ അതിനുള്ള വിവരമില്ലാത്ത സംസാരമാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഭയങ്കര അധോലോകമായിട്ടുള്ള ആഭ്യന്തര ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമൊന്നുമല്ല ഇത്, മനസ്സിലായില്ലേ. നിങ്ങൾ എന്തോ ഭയങ്കര പ്രശ്നമായിട്ട് ഇങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ മലയാളികളുടെ മനസ്സിലേക്ക് പിന്നെയും ഇതേപോലുള്ള വശങ്ങൾ നിങ്ങൾ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മൊത്തം കള്ളങ്ങളാണ്. മൊത്തം എഴുതി ഒപ്പിട്ട് തരാം. ഇപ്പൊ അതെ, മൊത്തം കള്ളങ്ങളായിക്കോട്ടെ. അതിനിപ്പോ എന്താണ് പ്രശ്നം? എന്താണ് അവർ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു വ്യക്തിപരമായിട്ട് അത് നിങ്ങളെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയാം. ജസ്റ്റ് അവർ കള്ളം പറഞ്ഞു പറയല്ലേ, ഇയാൾ കള്ളം പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഈ സംഭവം, ഈ ഒരു കള്ളം ഞങ്ങൾ ഇങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് പറയാം. അല്ലാണ്ട് കള്ളം എന്ന് പറഞ്ഞാൽ കള്ളം നിങ്ങൾ കള്ളം പറയത്തില്ലേ? നിങ്ങൾ കള്ളം പറയാത്ത സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്. എഴുതി ഒപ്പിട്ട് തരാം. ഇപ്പൊ പറയുന്ന എന്റെ 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയി ഞാൻ ജീവൻ എടുക്കാൻ പോവാണെന്നുള്ള രീതിയിൽ അത് തന്നെ ഏറ്റവും വലിയ നുണ. അത് ഏറ്റവും വലിയ നുണയെന്നൊക്കെ പറയുന്നത്, മനസ്സിലായില്ല. അപ്പൊ എന്താണ് അത് സത്യമാക്കണോ? അതാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരാള് അങ്ങനത്തെ ഒരു സംഭവം ആത്മഹത്യ ചെയ്യുന്ന വക്കിലെന്ന് പറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി തലക്ക് കുറച്ച് ബോധമുള്ള ആള്, അതൊരു സ്ത്രീ കൂടിയാണ് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വീഡിയോസ് അവർക്ക് എതിരെ ചെയ്യാണ്ടിരിക്കും. നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് പിന്നെയും രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല, മനസ്സിലായില്ലേ. എന്തെങ്കിലും ഒരു പണി കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏറ്റവും വലിയ നുണയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ നുണ. നിങ്ങളെ വിളിച്ചാൽ ആ കിച്ചു അങ്ങ് വരാൻ പോവില്ലേ?
ജീവൻ അവസാനിപ്പിക്കാൻ. അവൻ അവന്റെ കാര്യം നോക്കി കൊല്ലത്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവൻ അങ്ങോട്ട് വരാത്തതുകൊണ്ട് അവന് സമാധാനമുണ്ട്. അത് അവനും അറിയാം, കാണുന്ന നമുക്കും അറിയാം, അത്യാവശ്യം നാട്ടുകാർക്കും ബോധമുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, നമുക്ക് വീട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇവരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായി ഈ ഒരു നാട്ടുകാർ പറയുന്ന കാര്യം കേട്ടിട്ട്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക മീഡിയ കണ്ടിട്ടാണ് ഇവർ ഈ സംഭവങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അല്ലാതെ ഇവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ രേണുസുധിനെയും ഫാമിലിനെ അല്ലെങ്കിൽ പുള്ളിക്കാരത്തെ മക്കളെയൊക്കെ അത്രയും ക്ലോസ് ആയിട്ട് അറിഞ്ഞ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള പ്രൂഫുകൾ നിങ്ങൾ കാണിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രൂഫുകൾ കാണിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ആ ഒരു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അവർക്ക് അവരുടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും എന്താണ് ഇതേപോലെ മീഡിയാസിൻ്റെ ഫ്രണ്ടിൽ പല കാര്യങ്ങളും പറയും. അത് സത്യവും നുണയും എന്നൊന്നുമില്ല, അത് അവരുടെ സർവൈവൽ മാത്രമാണ്. ആ ഒരു പറയുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളോ മറ്റൊരു സമൂഹത്തിനെ ബാധിക്കാത്തടത്തോളം കാര്യം അത് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് അതിന് എന്താ പറയുക എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് സപ്പോർട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് നുണയെന്ന് പച്ചക്കള്ളമെന്ന് വന്നിട്ട് പറയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് തുറന്നു പറയാനുണ്ട്. ഇവരെ വിശ്വസിക്കുകയല്ലേ ദയവ് ചെയ്ത് വിശ്വസിക്കരുത്. രേണുവിനെ വിശ്വാസം ഉണ്ടവരൊന്ന് കമന്റ് ഇട്. ഇല്ലാത്തവരെ നിങ്ങളുടെയും കൂടെ അഭിപ്രായം ഒന്ന് പറ. ഇതിൽ ഇയാൾ പറയുന്നത് രേണുസുധിനെ വിശ്വസിക്കലെന്നാണ് പറഞ്ഞത്. രേണുസുധിനെ അറിയാത്തടത്തോളം കാലം ഞങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? മനസ്സിലായി? ഇപ്പം എനിക്ക് പോലും പുള്ളിക്കാരത്തിന് പേഴ്സണലായിട്ട് അറിയില്ല. ഞാൻ പുള്ളിക്കാരത്തിനെ സപ്പോർട്ടായിട്ടുള്ള വീഡിയോസ് എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ട് പോലല്ല ഈ വീഡിയോസ് ഞാൻ ഇടുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ഈ വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായിട്ടുള്ള മെസ്സേജ്, ഇതേപോലെ യൂട്യൂബേഴ്സ് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അയാളെ സമൂഹത്തിൽ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാൻ രേണുസുധിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എനിക്ക് ആ ഒരു വ്യക്തിനെ അറിയാണ്ടി പാടില്ല. പുള്ളിക്കാരുടെ ലൈഫിലുള്ള നടന്നിട്ടുള്ള കാര്യങ്ങൾ ക്ലോസ് ആയിട്ട് എനിക്ക് അറിയാണ്ടി പാടില്ല. അപ്പോൾ ആ ഒരു നിലയിൽ ഞാൻ ഒരിക്കലും രേണുസുധിനെ സപ്പോർട്ട് ചെയ്യില്ല. പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീൽസും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിലുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കാറുണ്ട്. നമ്മൾ ലൈക്സും കമൻറ്റൊക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ മാത്രം കൊടുക്കാറുണ്ട്. അല്ലാതെ രേണുസുധിനെ വ്യക്തിനെ എനിക്കറിയാൻ തടത്തോളം കാലം ഞാൻ ഒരിക്കലും അല്ലാത്ത രീതിയിലുള്ള വ്യക്തിപരമായിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ട് ഞാൻ കൊടുക്കത്തില്ല. അവരെ ഞാൻ വിശ്വസിക്കത്തില്ല. മനസ്സിലായില്ലേ? കാരണം എനിക്കറിയത്തില്ല, വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യത്തില്ല. അപ്പോൾ നമുക്കറിയത്തില്ല ക്ലോസ് ആയിട്ട്. അപ്പം അതറിയാത്തത് അടുത്തോളം കാലം അങ്ങനത്തെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലുള്ള നിലപാടുകളൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല. കേക്കട്ടെ, നമ്മൾ ഇത്രയും തുറന്നടിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കാന്മാരാവുകയാണല്ലോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എന്തായാലും ചേച്ചിയുടെ ഇന്റർവ്യൂലോട്ട് നമുക്കൊന്ന് പോയിട്ട് വരാം. എന്റെ പൊന്നോ, ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് എവിടെ ജനിച്ചെന്നൊക്കെ. അപ്പൊ ചേച്ചി പറയുന്നതിന്റെ ഉത്തരം ഒന്ന് കേട്ടിട്ട് വരാം. വ്യത്യസ്തമായിട്ട് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് പോകാമെന്നാണ് നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആരാണ് ശരിക്കും രേണുസുധി? എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്. ആശുപത്രിയുടെ പേര് പറയണം. ആശുപത്രിയുടെ പേര് പറയണ്ട. അല്ല, ജനിച്ചെവിടാന്ന് ചോദിച്ചാൽ വീട്ടിലല്ല, ആശുപത്രിയിലാണ്. സ്വാഭാവികം. ഓ എന്റെ പൊന്നോ, ആശുപത്രിയുടെ പേര് 38 വയസ്സായില്ലേ എന്റെ പൊന്ന് രേണു ചേച്ചി. നാണമില്ലേ ഇങ്ങനെ വന്നിട്ട് ആശുപത്രിയുടെ പേര്? എന്തിനാ ആ ഒരു സംഭവം എടുത്തിട്ട്? അല്ല, അത് മെന്റാലിറ്റി ആണല്ലേ ആ ഒരു കാര്യം പോലും എടുത്തിട്ട് ഇതേപോലെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. അവിടെ അവരൊരു തമാശയായിട്ടാണ് ഒരു സംഭവം പറഞ്ഞത്. അത് ഈ ഡാനി എന്ന് പറഞ്ഞ യൂട്യൂബർ അത് വളച്ചൊടിച്ച് നെഗറ്റീവായിട്ടാണ് ഈ കാണുന്ന വ്യൂവേഴ്സിന്റെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലായി? അതിനെതിരെ കുറച്ച് എന്താണ് ഫേസ്ബുക്കിൽ ഉള്ള യൂസേഴ്സ് ഈ വീഡിയോക്കെതിരെയും ഇയാളുടെ നിലപാടിനെതിരെയൊക്കെ പറയുന്നുണ്ട്. അതും കൂടി ഞാൻ വായിക്കാം. ഇട്ടത് തന്നെ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്റെ പൊന്നെ രേണു ഇതൊക്കെ ഈ സീനൊക്കെ പണ്ടേ വിട്ടതാ രേണു. മാറ്റി അല്ലെ, ആ ഒരു ചെറിയ സംഭവം വെച്ചിട്ടാണ് ഇവരൊക്കെ അതിനുള്ള ഒരാളെ വിലയിരുത്തുന്നത്. അതേപോലെ തന്നെയാണ് ഈ ഒട്ടുമിക്ക ആൾക്കാരും യൂട്യൂബേഴ്സ് ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്നത്. ഇവന്മാർക്ക് ഒരു തേങ്ങയും ഒരു മണ്ണാങ്കട്ടയും ഈ പറയുന്ന ആൾക്കാരെ പറ്റിയിട്ട് അറിയാണ്ട് പാടില്ല. യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് വരുന്ന ആ ഒരു 30 മിനിറ്റ് ഇന്റർവ്യൂവിൽ വെച്ചിട്ടാണ് അയാളുടെ ലൈഫ് ലോങ് ഉള്ള കാര്യം മൊത്തം വിലയിരുത്തുന്നത്. അല്ലാതെ ഇവന്മാരൊന്നും അടുത്തറിഞ്ഞിട്ടൊന്നും സംസാരിക്കുന്നതല്ല. നിങ്ങളെപ്പോലത്തെ ഈ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും നിങ്ങളുടെ മനസ്സിൽ ഇതേപോലുള്ള ഒരു സംഘർഷം സൃഷ്ടിച്ചിട്ട് നിങ്ങളെയും ഇവരുടെ ലെവലിലേക്ക് നിങ്ങളുടെ മെന്റാലിറ്റി വലിച്ചുകൊണ്ടുവരിക. അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്ന ആൾക്കാർ ഇവർക്കെതിരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിലായി? അതിനൊക്കൊന്നും ഒരിക്കലും റിപ്ലൈ കൊടുക്കാൻ പറ്റത്തൊന്നുമില്ല. അവിടെയാണ് ജനിച്ചത്, കോട്ടയം ജില്ലയിൽ. അച്ഛന്റെ പേര്? തങ്കച്ചൻ PG. തങ്കച്ചൻ. അച്ഛന്റെ പേര് തങ്കച്ചനാണെങ്കിലും അറിയാലോ, വലിയ കാര്യം, സന്തോഷം. അച്ഛന്റെ പേര് തങ്കച്ചനാണെന്നെങ്കിലും അറിയാലോ ഒന്ന്. അപ്പൊ അതില് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? മനസ്സിലായാലേ? ഒരു ഡബിൾ മീനിങ് വെച്ചിട്ട് ഇത് മനസ്സിലായി. ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പ്ലഷർ കൊടുക്കണം.
അത് മാത്രമേ ഇയാളെപ്പോലുള്ള ആൾക്കാർക്ക് ഒരു ഉദ്ദേശമുള്ളൂ. അല്ലാതെ എന്ത് സാമൂഹ്യ നന്മയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അത്രയും ഇങ്ങനെ എന്താ പറയുക ദുരൂഹതയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ കേസുകൾ ഇവിടെ തെളിയിക്കാതെ കിടക്കുന്നുണ്ട് പോലീസുകാർ. അപ്പോൾ അവരെ പോയി ഹെൽപ്പ് ചെയ്തിട്ട് വീഡിയോസ് പിന്നെയും അതിൽ കുറച്ചുകൂടി അംഗീകാരം കിട്ടും. അല്ലെങ്കിൽ കുറേ എന്താ അഴിമതികൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ട, അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് സമൂഹത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകുക, ഗുണമുണ്ടാവും. ഇതുപോലെ ഒരു വ്യക്തിഹത്യ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ഗുണം തോന്നില്ല. ഇത് പണ്ട് വീട്ടിൽ മറ്റുള്ള നല്ല രീതിയിൽ അയൽവാസികളായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാരോ ഉയർന്നു വരുമ്പോഴത്തേക്കും ഒരു ഇതിലും ലൈഫ് പുരോഗതിയിലേക്ക് പോകാത്ത ആൾക്കാർ നിന്നിട്ട് കുശമ്പും പുന്നായ്മയൊക്കെ പറയില്ലേ, അത്രയും മാത്രമേ ഉള്ളൂ. അത് എന്താ പറയുക, അങ്ങനത്തെ രീതിയിൽ മാത്രം ഞാൻ ഈ വീഡിയോ കാണുന്നത്. അത് നിങ്ങളുടെ വിവരമില്ലായ്മ എന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇനി മുന്നോട്ട് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. അത് കാണുന്ന ആൾക്കാർ തന്നെ അത് വിലയിരുത്തുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ സംഭവങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് അവരെ ഇത്രയും മാനസികമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? അവരുടെ ഫാമിലി വരെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് സാമൂഹ്യ നന്മയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അത്രയും പറഞ്ഞിട്ട് നമുക്കിതിൽ കുറച്ച് കമൻസ് വായിക്കാം. അപ്പോൾ അതിൽ ഇവരുടെ സെയിം മെൻറ്റാലിറ്റി, ഇയാളുടെ സെയിം മെൻറ്റാലിറ്റി ഉള്ള കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കമൻസ് ഉണ്ട്. അത് ഞാൻ വായിക്കുന്നില്ല. ഞാൻ കുറച്ച് എന്താ പറയുക, ഞാൻ പറയുന്ന ആ ഒരു ചിന്താഗതിയോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ കയറേണ്ട ആവശ്യം പോലും ഇല്ല, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ചിന്താഗതിയോട് ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ കമൻസ് മാത്രമേ ഞാൻ പിള്ളേരുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിയിട്ട് നിനക്ക് എന്ത് ഡാഷ് നേടാനാണ്? അവിടെ തെറിയാണ് കേട്ടോ, തെറിയായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഡാഷ് നേടാനാണ് വീട്ടിലുള്ളവരെ കുറിച്ച് റിസർച്ച് എന്തൊക്കെ ചെയ്തു, എത്ര വയസ്സിൽ അവർ ആരൊക്കെ പ്രേമിച്ചു, ആരുടെയൊക്കെ കൂടെ കിടന്നു, അല്ലെങ്കിൽ നിന്നെ റിസർച്ച് ചെയ്യും. കറക്റ്റാണ്. നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ തൊട്ട് അവരുടെ വശങ്ങളൊക്കെ റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെപ്പറ്റി തന്നെ റിസർച്ച് ചെയ്യും. നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഈ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയം കൊണ്ടിട്ട് നിങ്ങളുടെ ഈ വീഡിയോസിലേക്ക് വന്നിരിക്കുന്ന കമൻസുകളൊക്കെ ഒന്ന് വിലയിരുത്തും. നിങ്ങളുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞ ആൾക്കാർ എന്താണ് അതിലൂടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അത് കൂടുതൽ വെറുപ്പാണോ അത് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുള്ള സ്നേഹമാണോ, അല്ലെങ്കിൽ ഒരു എമ്പതിയാണോ അവരുടെ മനസ്സിലുണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തിയിട്ട് വീഡിയോസ് ചെയ്യും. ഒരു സതി കുമാരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരത്തി, നീ എന്തിന് അവളുടെ പിറകെ ഇങ്ങനെ മണത്ത് നടക്കുന്നു? അവൾ 2 കെട്ടിയോ 3 കെട്ടിയോ 10 കെട്ടിയോ ചെയ്യട്ടെ, നിനക്കെന്താ അതിൽ നഷ്ടം? അതൊക്കെ അവരവരുടെ വ്യക്തിപരമായുള്ള കാര്യങ്ങൾ അല്ലേ? എന്തായാലും നീ അവളെ വെച്ച് കുറച്ച് കാശ് ഉണ്ടാക്കിയല്ലോ. ഇപ്പോൾ നിന്റെ കുടുംബം പട്ടിണി ഇല്ലാതെ പോകുന്നത് അവളെ വെച്ച് കാശ് ഉണ്ടാക്കിയിട്ടല്ലേ? അതിൻ്റെ എങ്കിലും ഒരു നന്ദി അവളോട് കാണിച്ചൂടെ? അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഒരാൾ 5 കെട്ടിയോ 10 കെട്ടിയോ എന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അത് ലീഗലി അതിനൊരു പ്രശ്നവുമില്ല, മനസ്സിലായില്ലേ? ഒരു മാരേജ് ഡിവോഴ്സ് ആയിട്ട് വേറെ എത്ര ആൾക്കാർ വേണമെങ്കിലും ഇവിടെ മാരേജ് ചെയ്യാനായിട്ടുള്ള ലീഗൽ സിസ്റ്റം ഉണ്ട്. അതൊക്കെ ലീഗലിയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതിൽ യൂട്യൂബ് വെച്ച് ക്യാഷ് ഉണ്ടാകുമ്പോൾ എല്ലാവരും ചെയ്യും, എല്ലാവരും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് ചെയ്യും. പക്ഷെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യം എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ രേണുസുദിനെ വന്നിട്ട് സപ്പോർട്ടും ചെയ്യുന്നില്ല, അവരെ കുറ്റവും പറയുന്നില്ല, മനസ്സിലായില്ലേ? ഇതേപോലത്തെ രീതിയിൽ ഉള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഫുൾ ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് വെറുപ്പ് അടിച്ചിറക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും സമൂഹത്തിൽ നന്മ വരുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക. അടുത്തത് പ്രസന്ന എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി, എടാ നിനക്ക് നാണമില്ലേ ഒരു പെൺകൊച്ചിനെ വെച്ച് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇതേപോലുള്ള ഞാൻ പറഞ്ഞ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എവിടെ ഒന്നെങ്കിലും ഓരോമാരുടെ വോയിസ് മെസ്സേജ് പൊക്കി പിടിച്ച് കൊണ്ടുവന്നോളും. പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ മറ്റുള്ളവരുടെ കുറവുകൾ നോക്കി നടക്കാതെ നിന്റെ വീട്ടിലുള്ളവരുടെ കാര്യം നോക്കടാ. അവൻ്റെ വിചാരം അവൻ വലിയ ആളാണെന്നാ. പോടാ ഡാഷ് മോളെ രേണു ധൈര്യമായി മുന്നോട്ട് പോകുക, ഒരുങ്ങൾ എത്തിക്കട്ടെ. മനസ്സിലായില്ല, ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത അനുപമ VS എന്ന പുള്ളിക്കാരത്തി, സത്യത്തിൽ ചേട്ടൻ്റെ പ്രശ്നം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായില്ല. നിങ്ങൾ രേണുസുദിനെ പറ്റിയിട്ട് ഇങ്ങനെ റിസർച്ച് ചെയ്ത് അവരുടെ നാട്ടിൽ പോയിട്ട് അന്വേഷിച്ച് വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയാം.
നിങ്ങളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഇന്ന ആൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് അല്ല ചെയ്തിട്ടുണ്ട്, ഇത് എന്നെ ഇങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അവിടുത്തെ നാട്ടുകാരെ ഇങ്ങനെയാണ് ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഇങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് പറയാം. മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ ചെയ്തോ. എനിക്ക് എപ്പോഴും നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ഞാൻ ഈ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നത്. അത് ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ചോദിച്ചത് കറക്റ്റാണ്. സത്യത്തിൽ ചേട്ടൻ്റെ പ്രശ്നം എന്താണ്? രേണു ചേച്ചി തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അതൊക്കെ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങളാണല്ലോ. ശരിയാണ്, ഒരാൾ തെറ്റ് ചെയ്താലും ശരി ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവരെ മാത്രം ബാധിക്കുമെങ്കിലും നമ്മൾ പിന്നെ അതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവരെ ഇങ്ങനെ എപ്പോഴും കുറ്റം പറയുന്നവരെയും അവരെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ തിരഞ്ഞ് പോകുന്നവരെയും ഒക്കെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ എല്ലാം തികഞ്ഞ ആണല്ലോ അല്ലേ? ശരിയാണ്. ഈ ആൾക്കാരുടെ വീഡിയോസ് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞ ആൾക്കാർ, ഈ രേണുസുധിയും അതേപോലത്തെ ഉള്ള ആൾക്കാർ, അലൻ ജോസ് പെരേര അല്ലെങ്കിൽ ആറാട്ടണ്ണൻ, അതേപോലെ നിങ്ങൾ തന്നെ ഒരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളല്ലേ കുറച്ച് ആൾക്കാർ. അവരെയൊക്കെ ഭയങ്കര കുറവുള്ള ആൾക്കാർ. നിങ്ങളെല്ലാം തികഞ്ഞ ആൾക്കാരാണല്ലോ, അതുകൊണ്ടിട്ടാണല്ലോ ഇവിടെ വന്നിട്ടിരുന്ന് പറയുന്നത്. നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ അവർ ഒന്നിനും തന്നെ വരുന്നതില്ല. ശരിയാണ്. പിന്നെന്തിന് വെറുതെ അവരുടെ പിന്നാലെ നടന്ന് അവരുടെ ജീവിതം ഒരു കണ്ടന്റ് ആക്കി അതുകൊണ്ട് ജീവിക്കാൻ നോക്കുന്നത് കഷ്ടം. കണ്ടന്റ് ആക്കുന്ന രേണുസുധിയുടെ സംഭവങ്ങൾ, ഇന്റർവ്യൂസും കാര്യങ്ങളും കണ്ടന്റ് ആക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ഇതേ ഇതിൽ നിങ്ങൾ സമൂഹത്തിൽ അവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള കണ്ടന്റ് ആക്കാതിരിക്കുക. അതെനിക്ക് പറയാനായിട്ടുള്ളൂ. ഇത് ഇച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. അവളുടെ മുൻ ഭർത്താവിനെ കണ്ടുപിടിച്ച് കെട്ടിച്ച് കൊടുക്കുമോ? എല്ലാവർക്കും അവരവരുടെ സ്വകാര്യത ഉണ്ടാവും. പിന്നെ ആളുകളെ അവർ എങ്ങനെ പറ്റിച്ചു? ഒരാളെ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഇങ്ങനെ ആക്രമിക്കുമോ? കഷ്ടം. പരദൂഷണം പറയുന്ന ആളുകളോട് പുച്ഛം മാത്രം. അതെ, നിങ്ങൾ ഇവിടെ വന്നിട്ട് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഇതിൽ നിങ്ങൾ വന്ന് ചെയ്യുന്നത് പരദൂഷണമാണ് പറയുന്നത്. പരദൂഷണം കുശുമ്പും പുന്നായ്മയാണ് പറയുന്നത്. ഭയങ്കര നാണം കെട്ട പരിപാടിയായിട്ടാണ് ഇപ്പോഴത്തെ പുതുതലമുറ കാണുന്നത്. നിങ്ങളിപ്പോഴും ആ ഒരു പ്രാകൃതമായിട്ടുള്ള ചിന്താഗതിയിൽ നിന്നിട്ടാണ് നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ എന്താണ് രേണുസുധി ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സുധിച്ചേട്ടനെ കൊന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് യൂട്യൂബിൽ. നിങ്ങൾ ഇതേപോലെ നെഗറ്റീവ് സംഭവങ്ങൾ തന്നെ ഇടുമ്പോഴത്തേക്കും കാണുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി വലിയ ബോധം അറിയൊന്നുമില്ല. ഇവർ കാണുന്നതും നിങ്ങളെന്തോ റിസർച്ച് ചെയ്ത് ഇത് മനസ്സിലാക്കി പറയുന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ ആ ഒരു വ്യക്തിനെ വിലയിരുത്തും. ആ രേണുസുധിനെ ഇവരാണ് അതിനെ കൊന്നുള്ള സമയം വിലയിരുത്തും. അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ ഇന്നൊരു വീഡിയോയുടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഒരു യൂട്യൂബറിൻ്റെ പേരാണ് സ്ട്രേറ്റ് വ്ലോഗർ ഷാജി എന്നുള്ളത്. അപ്പോൾ ഈ പുള്ളിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും വ്യക്തി അധിക്ഷേപം ചെയ്യുന്നത്. ബാക്കിയുള്ള യൂട്യൂബേഴ്സ്, ഞാൻ ഇതേപോലുള്ളൊരു ഒരു യൂട്യൂബറിനെ കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ടും വ്യക്തി അധിക്ഷേപം ചെയ്യുന്ന ഭയങ്കര ചീത്തയൊക്കെയാണ് പുള്ളി പറയുന്നത്. മനസ്സിലായില്ലേ? എന്തോ പുള്ളി നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട് പുള്ളിയുടെ സംസാരങ്ങൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇതേപോലുള്ള ഡൗട്ട്സ് ഒക്കെ തോന്നും. അത് അവർ യൂട്യൂബിൽ വന്നിട്ട് പറയുകയും ചെയ്യും. വേറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇതേപോലുള്ള ഒരു കമൻറ്റ് ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളുടെ ഒരു ശ്രദ്ധയിലേക്ക് എത്തുകയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു വ്ളോഗറിൻ്റെ വീഡിയോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് എടുത്തിട്ട് റിയാക്ട് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. രേണുവിനാണ് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയൊരു ലൈക്ക് ഇപ്പൊ തന്നെ അടിച്ചോളൂ. എന്റെ റിയാക്ഷൻ ഇങ്ങനെ കണ്ട സുഹൃത്തുക്കളെ, എന്റെ പൊന്നാര രേണുവിന്റെ ഈ നട്ടലിന് പകരം വാഴപ്പിണ്ടി വല്ല ആണോ ഇരിക്കണത്? അല്ല അറിയാൻ മേലാണ്ട് ചോദിക്കുക. രേണുവിന്റെ ജീവിതകാര്യമാണ് ഞാൻ കയറി ചോദിക്കണത്, അല്ലാണ്ട് നാട്ടുകാരുടെ കാര്യമല്ല. ഇതേ രീതിയിൽ പുള്ളി ഭയങ്കര രോക്ഷാകുലനായിട്ടൊക്കെയാണ് ഓരോ ഒട്ടുമിക്ക വീഡിയോസിനും ഒരു കാര്യമില്ലാത്ത ഒരു വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൽ കയറി ഇടപെടുന്ന രീതിയിൽ ഇങ്ങനെ ഭയങ്കര ടെമ്പർ തെറ്റിയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഇതേപോലത്തെ രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ട്. മനസ്സിലായാലും അത് വ്യൂവേഴ്സിനെ കിട്ടാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അത് ഒരു നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൽ പുള്ളി ഈ സെയിം ഇൻ്റർവ്യൂവിൻ്റെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. രേണു കള്ളം പറഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ മൊത്തം ഇതേപോലത്തുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇയാളും പറയുന്നത്. അപ്പോൾ ഇതിൽ വന്ന ഒരേ ഒരു കമൻറ്റ് അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ അതിൽ ആ കമൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ വായിക്കാം. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ ആളുടെ ഫോട്ടോയും ഉണ്ട് ചെറുതായിട്ട്. ഞാൻ ഫോട്ടോയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൽ പറയുകയാണ്, ഇവൾ നിന്ന നിൽപ്പിൽ പച്ചക്കള്ളങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. സുധിയുടെ മരണം ദുരൂഹമാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ. മനസ്സിലായില്ല? അത് നമ്മളെല്ലാവരും ആ ഒരു ന്യൂസ് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായതാണ് ഇതേപോലെ ആക്സിഡൻറ്റിലാണ് മരിച്ചെന്നുള്ളത്. ഇപ്പോൾ ചത്തതും കൊന്നതുമായി. മനസ്സിലായില്ലേ?
ഇത് ഇങ്ങനത്തെ ആൾക്കാരുടെ ഇതിലേക്ക് ഒരു വളം ഇട്ട് കൊടുത്തത് നിങ്ങൾ തന്നെയാണ് ഇങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴത്തേക്കും വിശ്വസിക്കും. അവർ നിങ്ങളെ കാണുന്നത് എന്തോ വലിയൊരു ജേർണലിസ്റ്റ് ആയിട്ടൊക്കെയാണ് ഇതേപോലുള്ള സാധാരണക്കാർ കാണുന്നത്. അപ്പം നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ട് അവർ ഇതേപോലത്തുള്ള സ്റ്റോറീസ് മരുന്നുണ്ടാക്കും. അത് ഇതേപോലെ വന്നിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ചില ആൾക്കാർ എടുത്തിട്ട് വീഡിയോസ് ചെയ്യും. വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല. ഞാനപ്പോൾ ഇന്ന് കണ്ടൊരു കമൻസ് ആണ്. യൂട്യൂബിൽ ആരും പറയുന്നില്ലല്ലോ. യൂട്യൂബിൽ ഒരു ബ്ലോഗേഴ്സും ഇങ്ങനെ രേണുവാണ് സുധിനെ കൊന്നത് പറയുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ആ വീഡിയോസ് കണ്ടിട്ട് അതിൽ ഇവർ തന്നെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുപോലെ വന്നിട്ട് അബദ്ധങ്ങൾ പറയും. മനസ്സിലായില്ലേ? ഇനി വീഡിയോസ് വല്ലതും ഇതേപോലെ എൻ്റെ കമ്പനിയിൽ പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ ഞാൻ കൊണ്ടുവന്ന് കാണിക്കാം. അപ്പോൾ എനിക്കിപ്പോൾ അത്രയും മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ എന്തിനാണ് ആ ഒരു വ്യക്തിനെ തന്നെ പിന്നെയും ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കുന്നത്? അവർ ഓൾറെഡി ഒരു ഫാമിലിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ കുടുംബം അടക്കം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ വക്കിലാണെന്നുള്ളത്. അതെന്തോരം അവർ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും. നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്നിട്ട് എന്താ ചിന്തിക്കാത്തത്? ഞാനിപ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിനത് റിയാക്ട് ചെയ്യുന്നത്. ഒരു കുടുംബത്തിനെ കൊണ്ട് ഇത്രയും വരെ സമൂഹത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അടക്കമുള്ള യൂട്യൂബേഴ്സ് ചെയ്തില്ലേ? ഇവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു, എത്രയും ഗൗരവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ചർച്ച ചെയ്യാനായിട്ടും റിയാക്ട് ചെയ്യാനായിട്ട്. അതൊന്നും എടുത്തിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നില്ലോ. ഇതേപോലുള്ള ഇത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ പ്രാകൃതമായിട്ടുള്ള തോട്ട്സാണ് നിങ്ങളുടെ. മനസ്സിലല്ലേ? നിങ്ങളുള്ളത് പ്രാകൃതമായിട്ടുള്ള തോട്ട്സാണ്, ഇടുങ്ങിയ ചിന്താഗതിയാണ്. ആ ഒരു പ്രാകൃതമായിട്ടുള്ള തോട്ട്സ് ബാക്കിയുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് കൂടി ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് വീഡിയോസ് ചെയ്യാനുള്ള സമയം മാറ്റി വെച്ചിട്ട് നിങ്ങൾ വിലയിരുത്തുക, നിങ്ങളുടെ കണ്ടന്റ് ഏത് രീതിയിലാണ് സമൂഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എനിക്ക് നിങ്ങളുടെ ആരോടും വ്യക്തിപരമായിട്ടുള്ള ഒരു വിദ്വേഷമോ വെറുപ്പുമില്ല. നിങ്ങളിത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കി എന്താണെന്നുള്ളത് നിങ്ങളുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. എന്തും എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ റിയാക്ട് ചെയ്ത് പോകണമെങ്കിൽ മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ അതിൻ്റെ വരും ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പിന്മാറണം എന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും അത് നിങ്ങളുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.